പാകിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. ഒരു വ്യോമസേന ഉദ്യോഗസ്ഥൻ ഇസ്ലാമാബാദിൽ വെടിയേറ്റു മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. പാകിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അസീം താരിഖ് എയർ ഹെഡ്ക്വാർട്ടേഴ്സിനും എയർ യൂണിവേഴ്സിറ്റിക്കും സമീപമുള്ള ഷഹീൻ ചൌക്ക് പ്രദേശത്താണ് ഇദ്ദേഹം വെടിയേറ്റു മരിച്ചത്. തട്ടിക്കൊണ്ടു പോകലിൽ നിന്ന് ഒരു സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ വെടിയേറ്റു മരിച്ചത് എന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതെങ്കിലും ഇതിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ പല നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ കണക്കനുസരിച്ച് ഷഫീൻ ചൌക്കിന് സമീപം ഒരു ബൈക്ക് യാത്രികൻ ഒരു സ്ത്രീയെ ബലമായി തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. പ്രതി അപരിചിതനല്ലെന്നും അതേ ഓഫീസിൽ തന്നോടൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനാണെന്നും ഇര പോലീസിനോട് പറഞ്ഞു. ഓഫീസിൽ നിന്ന് ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ സ്ത്രീയെ ബൈക്കിൽ കയറ്റി, എന്നാൽ വഴിയിൽ പെട്ടെന്ന് വഴിമാറ്റി സ്ത്രീയെ വിജനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണ് ഇയാൾ ശ്രമിച്ചത്. സ്ത്രീ പ്രതിഷേധിച്ചപ്പോൾ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി എന്നും അറിയാൻ സാധിക്കുന്നു. അതേ റോഡിലൂടെ കടന്നു പോവുകയായിരുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ അസീം താരിഖ് സ്ത്രീയുടെ നിലവിളി കേട്ട് ഉടൻ തന്നെ അവളെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. ബൈക്ക് ഓടിച്ചിരുന്ന ആളെ തടയാൻ ശ്രമിച്ചതിനെ തുടർന്ന് പ്രതിയും ഗ്രൂപ്പ് ക്യാപ്റ്റനും തമ്മിൽ രൂക്ഷമായിട്ടുള്ള തർക്കമുണ്ടായി. തർക്കം രൂക്ഷമായപ്പോൾ പ്രതി പെട്ടെന്ന് ഒരു കൈത്തോക്കെടുത്ത് ഇയാളെ വെടിവെക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെടിവെച്ച ശേഷം ഇയാളെ ആരും കണ്ടിട്ടില്ല. ഇയാൾ സംഭവ സ്ഥലത്ത് നിന്നും മാഞ്ഞുപോയി അല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രധാനമായും ഇതൊരു സ്റ്റേജ്ഡ് ഡ്രാമയായിരുന്നു ഇയാളെ കൊല്ലാൻ എന്നുള്ള ഒരു ദുരൂഹത ഇപ്പോൾ ഉയർന്നു വരുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ വല്ലാതെ പാകിസ്ഥാന്റെ വ്യോമസേനയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.